പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സംരംഭകയായ ഒരു വീട്ടമ്മയാണ് മിനി ഏണസ്റ്റിൻ. നമസ്കാരം മാം. നമസ്കാരം. സംരംഭകയാണെന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരമൊരു സംരംഭത്തിലേക്ക് എങ്ങനെയാണ് തിരിഞ്ഞത്? കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമായിരുന്നോ? അതെ, എനിക്കും ഭക്ഷണം ഉണ്ടാക്കുക എന്ന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും കഴിക്കുമ്പോൾ നന്നായിട്ടുണ്ടായെന്ന് പറയും. അപ്പോൾ ഞാനത് ഇതൊരു വരുമാന മാർഗമാക്കി കൂടെ എന്ന് എല്ലാവരും കുറച്ച് പേര് അടുത്ത കൂട്ടുകാരൊക്കെ എന്നോട് ചോദിച്ചു. അതനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്തു തുടങ്ങിയത്. അപ്പം വരുമാന മാർഗം ആക്കാമല്ല എന്നുള്ള ഒരു ഇതിൽ ചെയ്യണതാണ്. അച്ചാറുകളൊക്കെയാണ് ആദ്യം ഞാൻ ഉണ്ടാക്കി കൊടുത്ത് മക്കളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമായിരുന്നു. അവർ വരുമ്പോഴും അല്ലാതെ നമ്മുടെ ബന്ധുക്കളൊക്കെ വരുമ്പോഴും എല്ലാവർക്കും കൊടുക്കുമ്പോഴേക്കും അങ്ങനെ എനിക്കൊരു ജോലി ഇല്ലാത്ത ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് അതനുസരിച്ച് അപ്പം നമുക്ക് ഇനി ഒരു ജോലിക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. അപ്പം നമുക്ക് വീട്ടിലിരുന്നത് ചെയ്യാമെന്നുള്ള ഒരു കണ്ടെത്തലായിരുന്നു ഇതിലേക്ക് വരാനുള്ള കാരണം. അപ്പൊ ആദ്യം അച്ചാറാണ് ഉണ്ടാക്കി തുടങ്ങി. ആദ്യം അച്ചാറുകൾ ഉണ്ടാക്കിയത്. അപ്പൊ അതൊക്കെ നല്ലോണം വിറ്റ് പോയോ? പോയി. അത് അധികം എനിക്കിഷ്ടം ചെമ്മീനച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടമെന്ന് പറഞ്ഞത്. അപ്പം അതപ്പോൾ പുറത്തോട്ട് പോണവരൊക്കെ കൊണ്ടുപോകും. അപ്പം അവർ വാങ്ങിക്കുന്ന അച്ചാറിൽ ചെമ്മീൻ അധികം ഉണ്ടാവാറുള്ള ഗ്രേവി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉണ്ടാക്കണതിനകത്ത് ചെമ്മീൻ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ പണ്ട് തുടങ്ങി ഞങ്ങൾക്ക് ചെമ്മീൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക എന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ചെമ്മീൻ ധാരാളം കിട്ടുന്ന സ്ഥലമായിരുന്നോ? അതെ. എവിടെയാണ് വീട്? എവിടെയാ? എൻ്റെ വീട് കൂനമാവ്. ഇപ്പൊ എൻ്റെ സ്വന്തം നാട് ചാത്തനാടാണ്. അവിടെ ചെമ്മിക്കെട്ട് ഒക്കെ ഉള്ളതായിരുന്നു. പറവൂർ. അപ്പൊ ചെമ്മിക്കെട്ടും ചെമ്മിന് അങ്ങനെ മത്സ്യങ്ങളുടെ നടുവിലായിരുന്നു ഞങ്ങള്. അപ്പൊ അതനുസരിച്ച് അതിനോട് നമുക്ക് എപ്പോഴും ഒരു ക്രേസ് ഉണ്ടായിരുന്നു ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ അച്ചാറുണ്ടാക്കി തുടങ്ങിയത്. ഈ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുമ്പോ എങ്ങനെയാണ്? ചെമ്മീൻ ഈ ഉണക്ക ചെമ്മീൻ കൊണ്ടാണോ അതോ? അല്ലല്ല, പച്ചച്ചെമ്മീനാണ്. ചെമ്മീൻ കിള്ളി വറുത്ത് പച്ചയായിട്ട് തന്നെ വറുത്ത് പുഴുങ്ങിയിട്ടല്ല, അല്ലാതെ തന്നെ വറുത്തിട്ടാണ് ഇടുന്നത്. ചെമ്മീൻ പെരട്ടി വറുത്തിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങി. അച്ചാറ് അതെങ്ങനെയാ ഒരുപാട് കാലം ഇരിക്കുവോ? നമ്മള് ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഞാൻ ഉണ്ടാക്കണത്. പക്ഷെ പിന്നെ പുറത്തോട്ട് പോണവരധികം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സാധാരണ അവർക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ തീരുമെന്നാ പറയണത്. എന്നാലും ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ തണുപ്പ് സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് നാൾ ഇരുന്നോളൂ, കുറച്ച് നാളൊക്കെ ഇരുന്നോളൂ. നമ്മൾ അച്ചാർ എന്ന് പറയുമ്പോൾ സാധാരണ മാങ്ങ, നാരങ്ങ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ചെമ്മീൻ അച്ചാറിലാണ് തുടങ്ങിയത്. ചെമ്മീനച്ചാറാണ് എനിക്കും ചെമ്മീനച്ചാറാണ് എനിക്കും ഇട്ട് കഴിഞ്ഞാൽ തൃപ്തി വരണത് അതായിരുന്നു ചെമ്മീനച്ചാർ. പിന്നെ ഇപ്പം ബീഫ് ഇടും, മീനിടും. ഇപ്പൊ അവസാനമായിട്ട് ചിക്കൻ, പിള്ളേരൊക്കെ ഇങ്ങനെ പുറത്തോട്ട് പോകുന്നവർക്ക് ചിക്കൻ കഴിക്കാനായിരിക്കുമല്ലോ ഇഷ്ടം. അപ്പൊ ചിക്കൻ്റെ അച്ചാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയണ അനുസരിച്ച് അപ്പോൾ ഓരോ ടേസ്റ്റ് അനുസരിച്ച്. പിന്നെ കക്കയിറച്ചിയും കൊണ്ടിടും. എല്ലാം അച്ചാറിടാൻ കുഴപ്പമില്ല, ഇടാറുണ്ട്. അത് വറുത്തിട്ടാണ് ചെയ്യുന്നത്? എല്ലാം വറുത്തിട്ടാണ് ചെയ്യുള്ളൂ, വെളിച്ചെണ്ണയിൽ ചെയ്യുള്ളൂ. ചിലർ പറയില്ലേ ഇങ്ങനെ കാർച്ച ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ? ഇല്ല, നല്ല വെളിച്ചെണ്ണയിൽ ചെയ്യാൻ അങ്ങനെ വരില്ല. ഇരുന്നോളൂ, ചൂടാറിയിട്ട് നമ്മ കുപ്പിയിലാക്കിയാൽ മതി, കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ആദ്യം അച്ചാർ ഉണ്ടാക്കി തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെന്തായിരുന്നു? പിന്നെ സത്യത്തിൽ ഞാൻ ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛന്മാരൊക്കെ വരുമ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് വരുമ്പോഴേക്കും ഇങ്ങനെ കരിമീൻ പൊള്ളിച്ചത്, അങ്ങനെ താറാവ്, അങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ വന്ന് കഴിച്ചിട്ട് ഞങ്ങൾക്ക് എൻ്റെ ഒരു അച്ഛനുണ്ട്. അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഇതാക്കിയത്. വിൻസെൻ്റ് അച്ഛൻ എന്ന് പറയും. അച്ഛൻ പറയും ചേച്ചിക്കിത് ചെയ്ത് കൊടുക്കാമല്ല, ഇങ്ങനെ അതൊരു വരുമാനം ആകുമല്ലോ എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങിയപ്പോഴേക്കും നമുക്കത് അനുസരിച്ചപ്പോൾ ഇങ്ങനെ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ വെറുതെയാണ് എല്ലാവർക്കും വരുമ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ചെയ്ത് അങ്ങനെ കൊടുത്ത് തുടങ്ങി. അപ്പോൾ സ്പെഷ്യലായിട്ട് ഞാൻ കരിമീൻ പൊള്ളിച്ചത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ എല്ലാവരും ചെയ്യാത്ത സാധനങ്ങൾ ചെയ്യാനായിരുന്നു എപ്പോഴും എനിക്ക് ഇഷ്ടം. കാരണം എല്ലാവരും ചെയ്യണത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ഊണൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഊണുണ്ടാക്കി കൊടുക്കും. പിന്നെ ചട്ടിച്ചോറ് പറയണനുസരിച്ച് കൊടുക്കും. ഒരു 25-50 പേരുടെയൊക്കെ ഫുഡ് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പറയും മനസ്സിൽ ബിരിയാണി, ഫ്രൈഡ് റൈസ് ഇതുണ്ടാക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അധികം. ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴേക്കും ആൾക്കാർക്ക് വീടുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൂല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പൊ എനിക്കൊരു ഓർഡർ തരും. അപ്പൊ ഞാനിപ്പോ വെള്ളയപ്പം ഇഷ്ടമൊക്കെ ആണെന്നുണ്ടെങ്കിലും അപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കും. പുട്ട്, കടല, അങ്ങനെ പറയണനുസരിച്ച്
അതനുസരിച്ച് അത് മിക്കതും ഈ ഫംഗ്ഷനുകൾ വരുമ്പോൾ ഉച്ചക്കത്തെ ഫുഡാണല്ലോ എല്ലാവരും ഏൽപ്പിക്കുക. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റുകൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ പറയണതനുസരിച്ച്. പിന്നെ ടൂറ് പോണവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, അത് ചെയ്യാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊടുക്കും. വൺ ഡേ ട്രിപ്പ് പോണവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും, ചായ, പിന്നെ ഉച്ചക്കത്തെ ഊണും കൊടുക്കും. അപ്പോൾ ചായയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പാത്രത്തിലാക്കി കൊടുക്കും. അതിനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പം വൺ ഡേ ട്രിപ്പ് പോണവർക്ക് ഫുഡ് പുറത്ത് പോയി കഴിക്കണ്ടല്ലോ, അപ്പം നമ്മൾ ഫുഡ് അടക്കം കൊടുക്കാറുണ്ട്. അങ്ങനെ അത് ചെയ്യാറുണ്ട്. ഇപ്പം ഈ വലിയ ഓർഡറുകൾ കിട്ടാറുണ്ടോ? ഞാൻ ഒറ്റക്കും ഞങ്ങളുടെ ഹസ്ബൻഡും എല്ലാവരോടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മളുടേതായ രീതിയിൽ ചെയ്യണമെങ്കിൽ പുറത്ത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ വലുത് ഞാൻ എടുക്കാറില്ല. 50 വരെ നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതലാകുമ്പോൾ പിന്നെ അതനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഒക്കെ വേണമല്ലോ. നമ്മൾ അത്രയും നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല, കാരണം നമുക്ക് ചെറുത് മതി. അതനുസരിച്ച് കിട്ടണത് നമ്മൾ നീറ്റായിട്ട് ചെയ്തു കൊടുക്കുക, അതാണ് നമ്മളുടെ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൊടുക്കും. ലഞ്ച് കൊടുക്കും. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഹോം സ്റ്റേ പോലെ 2 സ്ഥലങ്ങളുണ്ട്. അവിടെ ഗസ്റ്റുകൾ വരുമ്പോൾ എന്നെ വിളിക്കും, എന്നോട് ഫുഡ് പറയും. അപ്പം അവർക്കുള്ള ഫുഡ് അപ്പം ചിലപ്പോൾ പുറത്തുനിന്ന് വന്നവരൊക്കെ ഉണ്ടാകും. ഫോറിനേഴ്സ് ആരെങ്കിലും ഒരാഴ്ചയൊക്കെ താമസിക്കാൻ വരും. അപ്പം അവരുടെ ഫുഡ് നമ്മൾ കൊടുക്കാറുണ്ട്. എന്ത് ഫുഡാണെങ്കിലും നമ്മൾ പറയണതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഫോറിനേഴ്സ് ഉള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ നാടൻ ഫുഡായിരിക്കുമല്ലോ അവർ എപ്പോഴും ചെയ്യുന്നത്. അവർക്ക് നാടൻ ഫുഡായിരിക്കുമല്ലോ ഇഷ്ടം. ഞാനപ്പോൾ അവരുടെ അടുത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് ഹോം സ്റ്റേക്ക്. അപ്പോൾ അവർ വരുമ്പോൾ വിളിക്കും. ഇപ്പോൾ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഒരു ടീം വന്നിട്ട് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അവരൊരു ഡോക്ടറൊക്കെ ആയിരുന്നു അവർക്ക്. അപ്പം അവർ വന്നിട്ട് ചേച്ചിയുടെ ഫുഡ് കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലുള്ളവരായിരുന്നു. ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനിയും അവർ നാട്ടിൽ വരുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്ക് അതാണ് ഏറ്റവും സന്തോഷം. പൈസ കിട്ടുന്നതിനേക്കാളും കൂടുതൽ അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ ഭയങ്കര അതൊരു സന്തോഷം. അതെ, എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നല്ല രുചിയോടുകൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അല്ലേ? അതെ. അപ്പോൾ ഇതിന് വേണ്ട മസാലകൾ എല്ലാം ഒക്കെ എങ്ങനെയാണ്? കടകളിൽ നിന്ന് വാങ്ങുന്നത് തനിയെ പൊടിച്ചുണ്ടാക്കുക? ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ചിലത് മസാലയൊക്കെ ഞാൻ പൊടിച്ചുണ്ടാക്കും. മറ്റേതൊക്കെ നമ്മളുടെ അടുത്ത് നല്ല നമുക്ക് ഉറപ്പായിട്ടുള്ള കടകളിൽ നിന്ന് തന്നെ വാങ്ങിക്കുള്ളൂ. നല്ല സാധനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഈ ചെറുകടികൾ അങ്ങനെയൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അത് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കും. ഞാൻ സ്നാക്സ് ഉണ്ടാക്കി വീട്ടിൽ വെക്കും. വൈകുന്നേരം വീട്ടിൽ ഓർഡർ അനുസരിച്ച് ചെയ്യും. പിന്നെ കുറച്ച് സ്നാക്സ് വീട്ടിൽ വരും. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ചായക്കടകൾ അങ്ങനെ കടകളൊന്നുമില്ല. അപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വീട്ടിൽ വന്ന് വാങ്ങിക്കൊണ്ട് പോകും. അതെടുക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അത് ഓർഡർ ഇങ്ങനെ എന്തെങ്കിലും യോഗങ്ങളൊക്കെ വരുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കും. പിന്നെ പള്ളിയിൽ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എപ്പോഴും. എല്ലാം ഓർഡർ അനുസരിച്ച് ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അത് വേസ്റ്റ് ആയി പോകുമല്ലോ, വന്നില്ല എന്നുണ്ടെങ്കിൽ പറ്റൂലല്ലോ. അപ്പോൾ വൈകുന്നേരം 4 മണി കടികൾ ഉണ്ടാക്കി വീട്ടിൽ കുറച്ച് വെക്കുള്ളൂ. കാരണം അത് വിറ്റ് പോകണത്ര. അപ്പോൾ ഇപ്പം അടുത്ത് വല്ല പണികൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും പണിക്കാരെ വരുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അവർ ഇത്ര വാങ്ങിക്കും എന്നൊക്കെയുള്ള ഒരു ഇതിൽ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാക്കി വെക്കുള്ളൂ. അപ്പോൾ ഇതിൽ ഇഷ്ടം കൂടിയാണ്, ഇഷ്ടമാണ്. അതാണ് എനിക്ക്. പിന്നെ അവർ ഇപ്പം എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കുന്ന മക്കളും ഹസ്ബൻഡിന് ഉണ്ടാക്കി കൊടുക്കണം അതേ രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കുള്ളൂ. വേറെ ഇതിലൊന്നും ചെയ്യാറില്ല. എല്ലാം നമുക്ക് നമ്മളുടെ രീതിയിൽ തന്നെ അങ്ങോട്ട് പോകും, നാച്ചുറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ പണ്ട് തുടങ്ങിയ എൻ്റെ ഒരു കൂട്ടുകുടുംബത്തിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ എന്നും എപ്പോഴും പരിപാടികളും എപ്പോഴും ഉണ്ടാകും. അപ്പം അതിങ്ങനെ പാചകം കാണാറുണ്ടായിരുന്നു. അന്നും എനിക്കതൊരു ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ. ഒരുമിച്ച് അമ്മയുടെ വീട്ടിൽ അവിടെ അങ്ങനെ. അപ്പം അവര് 8 മക്കളുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു പരിപാടികളായിട്ട് നമുക്ക് ഉണ്ടാവും എപ്പോഴും. അപ്പം പാചകം ചെയ്യണ കണ്ട് ഞാനത് നോക്കി എനിക്കത് ഇഷ്ടമായിരുന്നു. ഇപ്പം എൻ്റെ മക്കൾക്കും അവരും ചെയ്യും, അവർക്കും ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ജോലികളൊക്കെ ചെയ്യാനായിട്ട് വീട്ടിലെല്ലാവരും കൂടി ചെയ്യും. അതനുസരിച്ചുള്ളതൊക്കെ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും. സമയം കിട്ടുമ്പോൾ ഓരോന്ന് ചെയ്ത് വെക്കുക. തേങ്ങയൊക്കെ ചിരണ്ടി വെക്കുക, ഉള്ളി അങ്ങനെയൊക്കെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല പൊടിച്ചു വെക്കും. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ചെട്ടിഭാഗം മാർക്കറ്റിൽ നല്ല മീനും അതൊക്കെ കിട്ടും. നമുക്ക് നല്ല സാധനം ഉണ്ടെങ്കിൽ കിട്ടിയാലേ നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. മീനൊക്കെ ആണെങ്കിലും ചെമ്മീനൊക്കെ ആണെങ്കിലും നല്ലതായിരിക്കണം എന്താണെങ്കിലും. അപ്പം അത് നമുക്ക് കിട്ടാനുള്ള അവിടെ നിന്ന് കിട്ടും, നന്നായിട്ട് കിട്ടും നല്ല സാധനങ്ങളെ. അതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല. അപ്പോൾ താമസിക്കുന്നത് കൂനമ്മാവിലാണ്. ആരൊക്കെയുണ്ട് വീട്ടില്? ഞാനും ഹസ്ബൻഡും ഇപ്പം ഇളയ മോള്. മൂത്ത മോള് കല്യാണം കഴിച്ചത് ഓച്ചന്തുരത്തിൽ.
ചേട്ടൻ എന്താ ചെയ്യുന്നത്? വർക്ക്ഷോപ്പാണ്, വീട്ടിൽ തന്നെയാണ്. ഈ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പാണ്. അവിടെ വർക്ക് കുറവായിരുന്നു. പിന്നെ പുള്ളിക്ക് വയ്യാതെയൊക്കെ ആയി വന്നപ്പോൾ ഞങ്ങൾ മിക്കതും ഇത് തന്നെ നമ്മുടെ ഒരു വരുമാന മാർഗം മാതിരിയായി. കാരണം പുള്ളി വർക്കിന് പോകാൻ പറ്റാത്തതൊക്കെ ആയി. ഇപ്പോഴും പോകുന്നുണ്ട്, വർക്ക് ചെറുതായിട്ട് വീട്ടിലിരുന്ന് തന്നെ ചെയ്യും. എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പിന്നെ ഈ ടൂർ പാക്കേജുകാരൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അങ്ങനെ വരുമ്പോൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുണ്ട് അങ്ങനെ ചെയ്ത്. പക്ഷെ പിന്നെ പുറത്തോട്ട് പോയി ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല, നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കൊടുത്തഴക്കും അങ്ങനെയൊക്കെ. ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിലിരുന്ന് ചെയ്യാം, സ്വന്തം വീട്ടിലെ കാര്യങ്ങളും ചെയ്യാം അല്ലേ? അതേപോലെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാം. അത് നല്ലൊരു കാര്യമാണല്ലോ. നമുക്ക് പുറത്തോട്ട് പോയി വർക്ക് ചെയ്യാൻ എല്ലാവർക്കും പറ്റൂലല്ലോ, പറ്റണില്ല. ഇപ്പൊ വീട്ടിലെ കാര്യം നടക്കും, നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു വരുമാനം ആകുകയും ചെയ്യും. സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ? നമുക്ക് നമ്മൾ പാഴാക്കി കളയുന്ന സമയം അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിലോ മറ്റോ ചെലവഴിക്കുന്ന സമയം കൊണ്ട് അല്ലേ? അതെ, പുറത്ത് പോയി നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും പറ്റൂലല്ലോ. വീട്ടിലെ നമ്മൾ ചെയ്യണതിൻ്റെ കൂടെ അപ്പം നമ്മൾ വീട്ടിലെ ഭക്ഷണം തന്നെ നമ്മൾ പുറത്തുള്ളവർക്കും സപ്ലൈ ചെയ്യാന്നുള്ളത്. പിന്നെ ഞാൻ കടകളിലൊന്നും അങ്ങനെ സപ്ലൈ ചെയ്ത് വെക്കാറില്ല. കാരണം നമുക്ക് അങ്ങനെ ബേക്കറിയിലൊക്കെ കട്ട്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കും. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു പൈസ എടുത്തിട്ട് നമുക്ക് തരുള്ളൂ. പിന്നെ അത് തന്നെയല്ല, അവരെന്തെങ്കിലും ഒരു ചെറിയൊരു ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതെടുക്കില്ല. നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ പൈസ നമുക്ക് കൊടുക്കണ്ടല്ലോ. അവർക്ക് ആ ഒരു ഇത് കൊടുക്കുകയും വേണ്ട, നമ്മളുടെ വീട്ടിലെ ഫുഡല്ല അത് കൊണ്ടുപോയിക്കോളും ആൾക്കാർ. കട്ട്ലൈറ്റ് ഉണ്ടാക്കും ഞാൻ, പല സൈസ് കട്ട്ലൈറ്റുകൾ ഉണ്ടാക്കാറുണ്ട്. അതായത് വെജും നോൺ വെജ് ചിക്കൻ്റെ, പിന്നെ വെജ് ആണെങ്കിലും ചീരയൊക്കെ കൊണ്ടുള്ള ഒരു കട്ട്ലൈറ്റ് ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണത്. ചുമന്ന ചീരയും കപ്പയും കൂടി വെച്ചിട്ട്. അതെങ്ങനെയാണ്? അത് നമ്മൾ സാധാരണ കൂട്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഇടില്ല, പകരം കപ്പ ഇടും. പിന്നെ ചീരയും കൂടി ആഡ് ചെയ്യാം. അപ്പൊ ചീരയും ക്യാരറ്റൊക്കെ ചെയ്യാം. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടവും. ചീരയും ക്യാരറ്റ് അവർ കഴിക്കാത്ത സാധനങ്ങളായിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ കട്ട്ലൈറ്റിന്റെ രൂപത്തിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും. കപ്പയ്ക്കൊക്കെ ചിലപ്പോൾ കയ്പൊക്കെ ഉണ്ടാവില്ല, കയ്പ് നോക്കിയിട്ട് എടുക്കണം. നല്ല കപ്പ ആയിരിക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ അതിന്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വെള്ളയപ്പം, വെജ് സ്റ്റൂവും ഉണ്ടാവും, പിന്നെ ബീഫിൻ്റെ അല്ലെങ്കിൽ ചിക്കൻ്റെ, പിന്നെ കുറുമ, പിന്നെ ഇടിയപ്പം, ചപ്പാത്തി, പിന്നെ ചിലവർ ഇഡ്ഡലി സാമ്പാറും ചോദിക്കണമെങ്കിൽ അതും കൊടുക്കും. അധികം പുട്ട് കൊടുക്കാറുണ്ട്, ചിരട്ടപ്പുട്ട് കൊടുക്കും. മിക്കതും വെള്ളയപ്പം പുട്ടുമായിരിക്കും. നല്ല ഡിമാൻഡ് ഉണ്ട്. പുട്ടിന് ഡിമാൻഡാണ്. കറി ബീഫ് കറിയായിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കാറുണ്ട്. ചിലവർക്ക് രാവിലെ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തവർ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവര് വന്ന് പറയണതനുസരിച്ച് വീട്ടുകാർ അടുത്ത് രണ്ടുപേര് ഇങ്ങനെ പ്രായമുള്ളവരൊക്കെ താമസിക്കുന്നവർക്ക് അവർക്ക് രാവിലെ ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അവരെന്നോട് ഓർഡർ ചെയ്യും, നാളെ ഇത്രയും വേണോട്ടോ മിനി എന്ന് പറയുമ്പോൾ ഞാനത് ചെയ്തു വെക്കും. അപ്പോൾ അവർ വന്ന് കൊണ്ടുപോയിക്കുള്ളൂ. രണ്ടുപേർക്കാണെങ്കിലും എത്ര കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. അങ്ങനെ ചിലപ്പോൾ രണ്ടുപേർക്കൊക്കെ ആണെങ്കിൽ ഓർഡർ എടുക്കാൻ ബുദ്ധിമുട്ട്, പക്ഷേ ഞാൻ ചെയ്യും. കാരണം അവർക്കും രണ്ടുപേരല്ലേ ഉള്ളൂ, അവർക്കത് വേണമല്ല, ചെയ്യാൻ പറ്റാനിട്ടാണല്ലോ നമ്മളോട് ചോദിക്കണേ എന്നുള്ള അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പം പാചകത്തിൽ നിപുണയാണ്. അപ്പോൾ ഇടവകയിലൊക്കെ ഫംഗ്ഷനുകളിലെല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരാറുണ്ടോ? ഞാൻ അവിടെ പള്ളിയിൽ ഫീസ്റ്റൊക്കെ എന്തെങ്കിലും വരുമ്പോഴേക്കും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അവിടെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ വേറെ ഫുഡ് ഉണ്ടാവും. അപ്പോൾ സ്പെഷ്യലായിട്ടൊക്കെ കൊടുക്കാനായിട്ട് വരുമ്പോൾ ഗസ്റ്റൊക്കെ വരുമല്ലോ, മെത്രാന്മാർ, അങ്ങനെ അപ്പം ഞാൻ കൊടുക്കാറുണ്ട്. അതറിഞ്ഞിട്ട് വേറെ സ്ഥലത്തു നിന്നൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പം എല്ലാവർക്കും ഇത് കഴിച്ചവരെല്ലാവരും ഇഷ്ടമായെന്ന് പറയും. അത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. പൈസേനേക്കാളും വലിയ മൂല്യമാണ് അത്. കാരണം നമുക്കത് ഇങ്ങനെ ചെയ്ത്, പിന്നെ ചിലവർക്ക് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റി പറയും, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ടീം, അവര് അത് ഡോക്ടറാണ്. അവര് പുള്ളി എന്നെ വിളിച്ചിട്ട് പറയും, എനിക്ക് മരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രമല്ല മിനിച്ചിച്ചിട്ട് ഫുഡ് കഴിച്ചപ്പോഴാണ് എനിക്ക് എന്റെ രോഗം മാറിയതെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി വിളിച്ചിങ്ങനെ അധികം സംസാരിക്കും. അപ്പൊ ഞാനിട്ട് അപ്പൊ അവിടെ ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞ് ഞാൻ പോയി. പുള്ളിനെ കണ്ടു കഴിഞ്ഞ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. അത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു സന്തോഷമുള്ള പറയും, ചേച്ചി തന്ന ഫുഡും കൂടി കഴിച്ചിട്ടാണ് എന്റെ രോഗം മാറിയതെന്ന് പറയാം. നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മള് സാധാ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അത് അവരങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം വരുന്നത്. അല്ല, അത് ആഹാരം എന്ന് പറയുന്നത് വൃത്തിയോടെ രുചിയോടെ കിട്ടുമ്പോഴാണല്ലോ ഒരു തൃപ്തി ഉണ്ടാവുക. അതെ അല്ലേ? അപ്പൊ അത് തന്നെയായിരിക്കും അവരും പറഞ്ഞത്.
അല്ല, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, അതെ അതെ, അത് നന്നായി എന്ന് പറയുന്നത് കേൾക്കുന്നതാണല്ലോ നമുക്ക് കൂടുതൽ സന്തോഷം, പൈസ കിട്ടുന്നതിനേക്കാൾ. അതെ അല്ലേ? അതെ. ഇപ്പൊ പിന്നെ മോളുടെ കൂട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാലും അവര് വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന മോളില്ലാന്നുണ്ടെങ്കിലും അവർ അടുക്കളയിലേക്ക് വരുള്ളൂ. കൂട്ടുകാർ വന്നാൽ എല്ലാവരും അവർക്ക് അപ്പം അത് അറിയാൻ ഇഷ്ടമാണ് അവർക്കത് ചെയ്ത്. അതിൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാവാതിരിക്കില്ല എന്നുള്ള രീതിയിൽ അടുക്കളയിലേക്ക് വന്നവർ എടുത്ത് കഴിക്കുക ഒക്കെ ചെയ്യാം. അപ്പം അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ നമ്മൾ മൂലം വേറൊരാളെ സന്തോഷിക്കുക അല്ലെങ്കിൽ അല്ലെ അവരുടെ മുഖത്തൊരു പുഞ്ചിരി വരിക എന്ന് പറയുന്നത് വലിയ നല്ല ഒരു കാര്യമല്ലേ. കുട്ടികൾക്കുണ്ടോ ഈ ഒരു പാചക? ചെയ്യും, രണ്ടുപേരും ചെയ്യും, കുഴപ്പമില്ലാതെ ചെയ്യും. ഓർഡർ വന്നാലൊക്കെ ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. ഓണത്തിന് ഇതുപോലെ സദ്യയൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഞാനായിട്ട്. 20 പേർക്ക് വരെയൊക്കെയുള്ള സദ്യകളൊക്കെ നമുക്ക് 2 തരം പായസമായിട്ടൊക്കെ കൊടുത്ത്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനൊരു ഫംഗ്ഷന് പോണതായിരുന്നു. ഞാൻ കുറച്ചൊക്കെ ചെയ്ത്, ബാക്കി മോളും ഹസ്ബൻഡും കൂടി അത് ഡീൽ ചെയ്ത് ഒക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിൽ തന്നെ നമുക്കിരുന്നൊരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് ഇത്. ഇപ്പം ഞാൻ എല്ലാം ചെയ്തില്ലെങ്കിലും ഒരു അച്ചാറ, കൊണ്ടാട്ടം, അങ്ങനെയൊക്കെ നമ്മുടെ ഇപ്പം നമ്മളുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ 10 പേർ പറഞ്ഞതാണ് അറിഞ്ഞാലാണത്. അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്താലൊക്കെ നല്ലതാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, കൂട്ടുകാരികളൊക്കെ. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ വെറുതെ ഇരിക്കണവരുണ്ട്. അപ്പം എനിക്ക് ഒരു ജോലിയില്ലാത്ത ഭയങ്കര വിഷമങ്ങൾ നമുക്കുണ്ട് കൂട്ടുകാർക്ക്. അപ്പോൾ പറയാറുണ്ട്, അച്ചാറുണ്ടാക്കി കുറച്ച് അച്ചാറുകൾ ഉണ്ടാക്കാൻ പറയും. അതിപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കാത്ത അച്ചാറുകൾ ഇത്തിരി വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങിച്ചോളും. പിന്നെ അതുപോലെ കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ, അതൊന്നും ഞാൻ ചെയ്യാത്തതാണ്. ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പം പിന്നെ പലഹാരങ്ങൾ, അങ്ങനെ പഴയ പലഹാരങ്ങളൊക്കെ ഉണ്ട്, ലൗലോസുണ്ട്, അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഇപ്പോഴും അതിന് ഡിമാൻഡ് ഉണ്ടാകും. സാധാരണ നമ്മൾ ചെയ്ത് കൊടുത്ത ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുമെങ്കിലും നമ്മൾ ഹോംലി ആയിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ അങ്ങനെ ആളുകൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന, കഴിക്കാൻ പറ്റുന്ന അല്ലേ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതില് പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും അല്ലേ, അത് ഏത് വൃത്തിയായിട്ടാണ് ഉണ്ടാക്കിയെന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പൊ ഞാൻ കൂട്ടുകാരോടും പറയാറുണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് പറയും. പിന്നെ നമ്മൾ ഇപ്പൊ ഇത് സാധനങ്ങളൊക്കെ പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ല, ഗ്രൂപ്പിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കണവരുണ്ട്. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടവും വരില്ല, കാരണം എല്ലാവർക്കും വേണ്ടതാണല്ലോ. നന്നായിട്ട് പോകും. വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പിന്നെ ഞാൻ ചെയ്യണത് വേറെ, ആഴ്ചയിൽ ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഞങ്ങളുടെ അടുത്ത് ഒരു പയ്യനുണ്ട്, അതെല്ലാ ആഴ്ചയിലും പൊതിച്ചോറ് കൊണ്ടുപോയി തെരുവുകളിൽ താമസിക്കാൻ കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു വിഹിതം ഞാൻ എല്ലാ ആഴ്ചയിലും കൊടുക്കും, പൊതിച്ചോറ് കെട്ടി കൊടുക്കും. അപ്പം ഞാനിങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കും എന്ന് പറയുമ്പോഴേക്കും ഈ ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, റിട്ടയറായ ടീച്ചർമാരൊക്കെ ഇപ്പം ഇനി ഒരു 10 പൊതിച്ചോറ് കൊടുത്തേക്കട്ടെ, ഞാൻ പൈസ തന്നേക്കാന്ന് പറയും. അപ്പം ഞാൻ അത് കൊടുക്കും, നമ്മളുടെ ഇതും കൊടുക്കും. അപ്പം ഞാൻ അങ്ങനെ പൊതിച്ചോറുകൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഞായറാഴ്ച ദിവസം കൊടുക്കും. അങ്ങനെ ഞാൻ കൊടുക്കും എൻ്റെ വിഹിതം കൂടാതെ തന്നെ. അപ്പം ഇതുപോലെ തന്നെ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ അതും കൂടി കൂട്ടി വരും. 50 പൊതിച്ചോറൊക്കെ ഞാൻ ഞായറാഴ്ചകളിൽ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ തെരുവുകളിൽ അത് അവർ കൊണ്ടുപോയിക്കോളൂ. അവരൊരു ടീമുണ്ട്, അവരെല്ലാ ആഴ്ചയിലും ഈ എടപ്പള്ളിയും ഭാഗത്തേക്ക്, എറണാകുളം ഭാഗത്തേക്ക് വരും. നേരത്തെയും അവിടെ ആരെങ്കിലും ഇങ്ങനെ പൊതിച്ചോറ് കൊടുക്കണ്ടിട്ടാന്ന് വരുമ്പോൾ ഞാൻ സാധാരണ എപ്പോഴും കൊടുക്കാറുണ്ടായിരുന്നു. വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാനുണ്ട്, പൊതിച്ചോറ് തന്നോട്ടാന്ന് പറയും. അപ്പം ഇങ്ങനെ കൊടുക്കും ഞാൻ. അപ്പം ഇപ്പം ഇത് എല്ലാ ആഴ്ചയിലും അവർ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനും കൂടെ കൊടുക്കും. അപ്പം അത് ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർ പറയും ഇങ്ങനെ കൊടുത്തേക്കണം, അങ്ങനെ പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ സന്തോഷം, സൽപ്രവൃത്തിയാണ്. ഒരു വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം സൽപ്രവൃത്തിയല്ലേ. അപ്പൊ 4 തരം കറികൾ ഒരു പൊതിഞ്ഞ് കൊടുക്കും. അപ്പൊ അതൊരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ വന്ന് കൊണ്ടുപോയി, അവർ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പൊ അത് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയും ഇങ്ങനെ കൊടുക്കേണ്ട ഇന്ന ദിവസം ഇന്ന സമയത്ത് വരും, പൊതി എടുത്ത് വെച്ച് കഴിഞ്ഞാല് അവർ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ അതൊരു സൈഡിൽ കൂടി നമുക്കൊരു ചെയ്യാൻ പറ്റണ ഒരു പുണ്യം. ഇപ്പൊ എത്ര വർഷമായി അത് ചെയ്യുന്നു? 10-12 വർഷത്തോളം ആയിട്ടുണ്ട് ഞാനിങ്ങനെ ഓരോ ചെറുത് തുടങ്ങിയിട്ട്. വരുമാനത്തിന്റെ ഒരു കാര്യത്തിൽ എങ്ങനെയാണ്, ലാഭ ആയിട്ടാണോ കൊണ്ടുപോകാൻ പറ്റും? ലാഭമായിട്ടാണ്. വലിയ ലാഭം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഞങ്ങളുടെ വീട് ചെലവിനേക്കാൾ വേറെ നമുക്ക് നോക്കേണ്ടി വരില്ല. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നടന്നു പോയിക്കോളും. പ്രത്യേകിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. വീട്ടിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ പശു വളർത്തലോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നടുവരുന്നു, ചെടികളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട് അടുക്കളത്തോട്ടം മാതിരിയൊക്കെ ചെയ്യും. തുന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? മെഷീനൊക്കെ ഉണ്ട്, ചെയ്യലില്ല. അതൊക്കെ വീട്ടിലുണ്ട്, അത്യാവശ്യം എന്തെങ്കിലും അടിക്കുന്നു.
ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്താണ്? അച്ചാറുകളിലാണെങ്കിൽ ചെമ്മീനും ചിക്കനുമാണ് ഇപ്പം ഏറ്റവും ഇതായിട്ട് കുട്ടികൾക്കൊക്കെ ഇപ്പം ഇഷ്ടപ്പെട്ടേക്കണത് ചിക്കൻ അച്ചാറാണ്. സാധാരണ ചിക്കൻ ആരും അച്ചാറിടാറില്ലല്ലോ. ഉണ്ടാക്കാറില്ല. അപ്പൊ അതെങ്ങനെയാണ്? ചിക്കൻ നമ്മൾ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് എല്ലോട് കൂടിയാണോ അതോ? ഇല്ല, ബോൺലെസ് ആയിട്ട് എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കും. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പെരട്ടി വറുത്തെടുക്കണം. അത് എത്ര നേരം വെക്കണം? അത് 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് അതിന് ശേഷം എടുത്ത് വറുത്താൽ മതി. വറുത്തതിന് ശേഷം സാധാരണ അച്ചാറുണ്ടാക്കുന്നത് മാതിരി തന്നെ നമ്മൾ ഇഞ്ചി പൊടികൾ ചേർക്കുക. അതിനകത്ത് കുരുമുളക് പൊടി ഇത്തിരി കൂടുതലായിട്ട് ചേർക്കണം, കൂടുതൽ. പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി ഒക്കെ ചേർത്ത് കുറച്ച് വിനാഗിരി വേണം. ഇതെല്ലാം വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഈ ചിക്കൻ ഇട്ടതിന് ശേഷം വിനാഗിരി ചേർത്താൽ മതി. അതിരിക്കും, കുറച്ച് ദിവസം ഇരിക്കും ഈ അച്ചാർ. ചിക്കൻ നന്നായിട്ട് വറുത്തെടുക്കണം. അതായത് വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ല. വെള്ളത്തിന് അപ്പൊ കുറച്ച് നാൾ ഇരുന്നോളും. നല്ല ടേസ്റ്റാണ് ചിക്കൻ അച്ചാറിന്. നമുക്കത് ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കത് ഉപയോഗിക്കാമോ? അത് കുഴപ്പമില്ല, കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ സാധാരണ എത്ര ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കണം? നമ്മൾ അച്ചാർ വെക്കുമ്പോൾ അല്ലാതെ കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തു കഴിഞ്ഞാലും ഇത് കുഴപ്പമൊന്നുമില്ല. ഈ അച്ചാർ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം. ചിക്കൻ അച്ചാർ കുഴപ്പമൊന്നുമില്ല. ആവക്ക അച്ചാർ ഞാൻ സ്പെഷ്യലായിട്ട് എൻ്റെ അവര് മോളുടെ കൂട്ടുകാരികളൊക്കെ. പിന്നെ പലഹാരങ്ങളിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം? പലഹാരങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് കട്ട്ലൈറ്റ് ഉണ്ടാക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ അതുമാതിരി അത് ചിക്കൻ കട്ട്ലൈറ്റും ബീഫ്. പിന്നെ ഇതാണ് ഞാൻ കപ്പയും കൊണ്ട് ഉണ്ടാക്കുന്ന കട്ട്ലൈറ്റ്, കപ്പ ചീര വെച്ചിട്ടുള്ള കട്ട്ലൈറ്റ്, അതും എനിക്ക് ഇഷ്ടമാണ് ഉണ്ടാകുക. പിന്നെ ഉണ്ണിയപ്പം എല്ലാവരും ഇഷ്ടമാണെന്ന് പറയാണ്ട് കഴിക്കുമ്പോൾ എല്ലാവരും താല്പര്യത്തോട്. ഉണ്ണിയപ്പത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് വല്ലതുണ്ടോ? എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ പ്രത്യേകമായിട്ട്? പ്രത്യേകം എന്ന് വെച്ചാൽ കപ്പലണ്ടി പൊടിച്ചിടും ഞാൻ അതിനകത്ത്. ഉണ്ണിയപ്പത്തിൽ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുമല്ല. വറുത്ത കപ്പലണ്ടി കുറച്ച് പൊടിച്ചിടും ലാസ്റ്റ്. വേറെ പഴം ചേർക്കാറില്ല ഞാൻ. പഴം ചേർക്കാറില്ല ഞാൻ. അത് ഉണ്ണിയപ്പത്തിന് ഞാൻ അധികം മൈദ, റവ അങ്ങനെയാണ് എടുക്കണം. കുറച്ച് അരിപ്പൊടി എടുക്കുള്ളൂ. പൊടിയാണ് എടുക്കണതൊക്കെ. അത് ശർക്കര നീരിൽ കുഴക്കും. അതിനുശേഷം തേങ്ങ വിളയിച്ചിടും. തേങ്ങ കുറച്ച് വിളയിച്ചിടും. പിന്നെ അതിനുശേഷം കപ്പലണ്ടി പൊടിച്ചിടും. പിന്നെ എള്ള്, ജീരകം, ഏലക്കായും പൊടിച്ചിട്ടിട്ട് കുറച്ച് സമയം വേക്കും. ഇപ്പൊ ഞാനിപ്പോ എപ്പോഴും ഉണ്ടാക്കണത് രാത്രി നമ്മളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് കുഴച്ച് വെച്ചേക്കും. എന്നിട്ട് വെളുപ്പിന് എഴുന്നേറ്റ് ഉണ്ടാക്കും. അപ്പൊ നല്ല കറക്റ്റ് പാകമായിട്ട് അത്ര മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കുഴച്ചാൽ ഞാൻ വെളുപ്പിന് 5 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇതാദ്യം ഉണ്ടാക്കും. ആ നേരത്തെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് സുഖമാണ് നമുക്ക്. വേറെ ഇതൊന്നുമില്ല, ചൂടൊക്കെ കുറവുള്ള സമയമല്ലേ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പൊക്കെ എത്ര ദിവസം ഇരിക്കും? ഉണ്ണിയപ്പം ഒരാഴ്ചയൊക്കെ ഇരിക്കും പുറത്ത്. പിന്നെ ഉണ്ണിയപ്പം ഇത് കാരണം കുറച്ച് ദിവസം പിന്നെ അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണ്ടേ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ ആവി ഏറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നുള്ളൂ. പുറത്തോട്ടൊക്കെ പോണവർക്കൊക്കെ ആണല്ലേ. പുറത്തോട്ടൊക്കെ പോണവർക്കാണെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാനുള്ള അത് തീർന്ന് ഇപ്പോൾ ഒരു 10 എണ്ണമൊക്കെ എടുത്ത് അന്ന് തന്നെ തീരും എന്നുള്ളത് കാണണമെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നുള്ളൂ. ഞാനപ്പോൾ അങ്ങനെ കൊടുക്കുന്നവരോട് പറയും, അധികം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ എടുത്തെടുത്താൽ മതി. അപ്പം നന്നായിട്ട് കുഴപ്പമില്ല, നന്നായിട്ടിരുന്നോളും, കുഴപ്പമില്ലാതിരിക്കും. സ്പെഷ്യലായിട്ട് ഞാൻ ഇപ്പം പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത് ഒരു കപ്പലണ്ടി ഉണ്ട ഉണ്ടാക്കാറുണ്ട്. അതെങ്ങനെയാ? കപ്പലണ്ടി പൊടിച്ച് അരി വറുത്ത് പൊടിക്കും, പിന്നെ എള്ള് 3 പൊടിക്കും, പിന്നെ അതിൻ്റെ കൂടെ ശർക്കരയും തേങ്ങയും ചേർത്ത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കും. അത് എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണത്. അത് ഒത്തിരി നാളിരിക്കൂല, ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. എന്നാലും കുറച്ച് തേങ്ങ ചേർക്കുന്നത് കാരണം പെട്ടെന്ന് ഇതായി പോകും. അത് കാരണം അത് ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പറയണതനുസരിച്ച് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. കപ്പലണ്ടി ഉണ്ട്. നമ്മുടെ വീട്ടമ്മമാരോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് മറ്റു ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് നമ്മൾ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാകും. അത് തന്നെ നമുക്കതൊരു വരുമാനമാക്കി എടുക്കാൻ പറ്റും. കാരണം അത് അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഇന്നാളുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ പറയില്ല. ഇന്ന പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആ ഒരു പലഹാരം മതി നമുക്ക് വിജയിക്കാനായിട്ട്. അതിന് കണ്ടെത്താൻ പറ്റും. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രയത്നിക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മാത്രം മതി അല്ലേ? പിന്നെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുടുംബം വേണം. തീർച്ചയായിട്ടും കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എപ്പോഴും നമുക്ക് അത്യാവശ്യം തന്നെയാണ്. ആ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഏതൊരു സ്ത്രീക്കും വിജയിക്കാൻ പറ്റും അല്ലേ? അതെ. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ
മിനി ഏണസ്റ്റിൻ എന്ന വീട്ടമ്മയായിരുന്നു. ഏതൊരു സ്ത്രീക്കും മനസ്സ് വച്ചാൽ വരുമാനമുണ്ടാക്കാം, ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ഈ വീട്ടമ്മ ഇന്ന് നമ്മോട് പറഞ്ഞത്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല. സഹ